നമുക്ക് കെ സുരേന്ദ്രൻ കൂടി വിവരങ്ങളുമായി ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ കെ സുരേന്ദ്രൻ, നമസ്കാരം. ഈ ജയിൽ ചാട്ടമാണോ അല്ലെങ്കിൽ ജാഗ്രത കുറവാണോ, നമ്മൾ എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ ഇതിനെ മനസ്സിലാക്കേണ്ടത്? ഇതിൽ എന്ത് സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്? വെറുമൊരു സുരക്ഷാ വീഴ്ചയായി മാത്രം ഇതിനെ കണ്ടാൽ മതിയോ? അല്ല, ജയിൽ ചാട്ടം അല്ലത്, ജയിൽ ചാടിച്ചതല്ലേ. കാരണം ഇത്രയും ആസൂത്രിതമായ രീതിയിൽ ഒരു ജയിൽ ചാട്ടം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ചാടിയത് 1:15, ജയിൽ അധികൃതർ അറിയുന്നത് 5:15. അതും കഴിഞ്ഞ് 7:15, 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പോലീസിനെ അറിയിക്കുന്നു. അവിടെ മുഴുവൻ CCTVകളുണ്ട്. അവിടെ 7.25 മീറ്റർ ഉയരമുള്ള വലിയ മതിലാണ്. അതിന് മുകളിൽ ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ട്. ഒരു കൈ മാത്രമുള്ള ഗോവിന്ദച്ചാമി ഇലക്ട്രിക് ഫെൻസിംഗ് ഉള്ള 7.25 മീറ്റർ ഉള്ള ഒരു ജയില് ഒരു കഷ്ണം തുണി കെട്ടി ഉപയോഗിച്ച് അത് ചാടിക്കടന്നു പോയി എന്നൊക്കെ പറയുന്നത്, അത് വളരെ അതിന് ഗോവിന്ദച്ചാമിക്ക് നല്ല സഹായം കിട്ടിയിട്ടുണ്ട്. ജയിലിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ടാവണം, ജയിലിന് പുറത്തുനിന്ന് കിട്ടിയിട്ടുണ്ടാവണം. ഇത്രയധികം സമയം എങ്ങനെ ലാഗായി? എന്തുകൊണ്ടാണ് ഇതിന് ആ സമയത്ത് കറണ്ട് ഉണ്ടാവാതെ പോയത്? ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഗോവിന്ദച്ചാമിയെ ഉപയോഗിച്ച് വലിയ തോതിൽ നേരത്തെ അദ്ദേഹത്തിന്റെ കേസ് വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് വേണ്ടി പണമിറക്കാൻ വൻ സംഘങ്ങളുണ്ടായിരുന്നു. കേരളത്തിനകത്തും പുറത്തുള്ള വലിയ സംഘങ്ങൾ, മാഫിയ സംഘങ്ങൾ ഗോവിന്ദച്ചാമിയെ രക്ഷിക്കാൻ, സുപ്രീം കോടതി കേസ് നടത്താൻ, കൊലപാതക കേസ് ഒഴിവാക്കി കൊടുക്കാൻ ഒക്കെ വലിയ രീതിയിൽ സഹായം കിട്ടിയ ഒരു കൊടും ക്രിമിനലാണ് ഗോവിന്ദച്ചാമി. അപ്പൊ അത് ചെറിയ കാര്യമല്ല ഈ സംഭവം. അത് കൃത്യമായ ഉത്തരം അതിന് ലഭിക്കേണ്ടതുണ്ട്. ഈ ഇലക്ട്രിക് ഫെൻസിങ്ങിലെ വൈദ്യുതി നിലച്ചത് എങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ താങ്കൾ ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്തതായി കണ്ടു. അത് നിലച്ചതാണോ അല്ലെങ്കിൽ അത് മനഃപൂർവ്വം ഇല്ലാതാക്കിയതാണോ തുടങ്ങിയ കാര്യങ്ങൾ? അങ്ങനെയെങ്കിൽ ഈ CCTV ക്യാമറകളും ഓഫാക്കാമായിരുന്നു ജയിൽ ജീവനക്കാർക്ക്. വ്യക്തമായ തെളിവുകൾ നശിപ്പിക്കാനും അത് ഉപകാരപ്പെട്ടേനെ. പക്ഷെ അതുണ്ടായില്ല. ദൃശ്യങ്ങളിൽ അത് വളരെ വ്യക്തമായി മനസ്സിലാവുന്നു. അതങ്ങനെ എല്ലാം ചെയ്യില്ലല്ലോ. എന്തിനാണ് അങ്ങനെ എല്ലാം ചെയ്യില്ലല്ലോ. അതാണ് ഇവിടെ പ്രശ്നം. CCTVയിൽ എല്ലാം കാണാം. പക്ഷെ 7:15 എന്തുകൊണ്ട് പോലീസിനെ അറിയിച്ചു? 1:15 നടന്ന സംഭവം എന്തുകൊണ്ട് 5:15 ജയിലിൽ അറിഞ്ഞു? അതാണ് ചോദ്യം. അപ്പോ എല്ലാ സഹായം ചെയ്തു കൊടുക്കുമ്പോ എല്ലാം ചെയ്തു കൊടുക്കില്ലല്ലോ. അപ്പൊ അയാൾ പോയി രക്ഷപ്പെട്ടു, എവിടെ എത്തി? അപ്പൊ ഇത് പ്രധാനപ്പെട്ട ഒരു ഉത്തരം. ഒരുപാട് കാര്യങ്ങൾക്ക് ഇവർ പറയേണ്ടതുണ്ട്. വലിയ നേതാക്കന്മാർ ജയിൽ ഉപദേശക സമിതി അംഗങ്ങളായിട്ടുള്ള ജയിലാണിത്. ചെറിയ കാര്യമല്ല. കണ്ണൂരിലെ കേരളത്തിലെ എല്ലാ CPM ക്രിമിനലുകളും കിടക്കുന്ന ജയിലാണിത്. ചെറിയൊരു ജയിലല്ല. അവിടെ പോയാൽ നോക്കി അറിയാം. നമ്മളിതിന്റെ ഉപദേശക സമിതിയിൽ ഉൾപ്പെട്ട തൃക്കരിപ്പൂർ MLA ടെലിഫോൺ ലൈനിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുകയാണെന്നാണ് ലഭ്യമായ മറുപടി. അല്ല, അതിപ്പോ മീറ്റിംഗ് പങ്കെടുത്താലും ഇല്ലെങ്കിലും കാര്യം നടന്നല്ലോ. സംഭവം നടന്നിരിക്കുന്നു. ഇവരൊക്കെ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഈ ജയിലിനെ കുറിച്ചല്ലേ നേരത്തെ അവിടെ കള്ളും ചാരായവും മദ്യവും മൊബൈൽ ഫോണും ബാറ്ററിയും ചാർജറും ഒക്കെ നമ്മൾ എത്ര ചർച്ച ചെയ്താണ് കേരളം? ഇത്രയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, TP കേസിലൊക്കെയുള്ള പ്രതികൾ കിട്ടിയ സഹായങ്ങൾ ഇതൊക്കെ നമ്മൾ കേരളം എത്ര ചർച്ച ചെയ്തതാണ്, മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരൊക്കെ. ആ ജയിലിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ ക്രമസമാധാന നില എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്.